ഇന്ന് നമ്മുടെ ഏവേരിയയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്മോൾ കൊനൂറിനെ പറ്റിയാണ്. അപ്പോൾ ഇവരുടെ ബ്രീഡിങ്, അതുപോലെ ഇവരെ കെയറിങ്, അവരെങ്ങനെ വളർത്താമെന്ന് പറ്റിയുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ വീഡിയോയുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ സൺകൊനൂറിനെ പോലൊക്കെ തന്നെ മനുഷ്യരുമായി ടൈം ചെയ്തും അതുപോലെ എൻഫീഡ് ചെയ്ത് വളർത്തുവാനും ഇന്ന് നമ്മുടെ നാടുകളിലും വീടുകളിലും ഏവിയറികളിലുമൊക്കെ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാനുമൊക്കെ ഇന്ന് ധാരാളം ആൾക്കാർ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. അതപ്പോൾ ഇവരെ പറ്റിയാണ് നമ്മുടെ വീഡിയോ. ഇവർ പൈനാപ്പിൾ കൊനൂർ, അതുപോലെ ഗ്രീൻ ചീക്ക്, യെല്ലോ ഷെയ്ഡ്, അതുപോലെ ബ്ലൂ, ഇവർ റെഡ് ഫാക്ടറിലൊക്കെ ഇന്ന് നമ്മുടെ കടകളിലും അതുപോലെ നാടുകളിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇവർക്ക് നമ്മളൊരു കൂട് നിർമ്മിക്കുമ്പോൾ അത് അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലവും അതുപോലെ മറ്റ് ജീവികളുമായിട്ടുള്ള ജന്തുക്കളുമായിട്ടുള്ള ശല്യമൊന്നുമില്ലാത്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുത്താൽ ഇവർ പെട്ടെന്ന് തന്നെ ബ്രീഡാവാനുള്ള ചാൻസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇവർക്ക് അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു കേജ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അവർക്ക് അത്യാവശ്യം ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റിയൊരു കേജാണെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ ഇവരെ ബ്രീഡിങ്ങിന് ഇടുമ്പോൾ ഓരോരോ പേരാക്കി ഒരു കൂട്ടിലിടുന്നതാണ് നല്ലത്. മറ്റ് കോളനി സിസ്റ്റത്തിലാകുമ്പോൾ ഇവർക്ക് ഒത്തുകൂടാനും അങ്ങനെ ബ്രീഡിങ് ലേറ്റായി വരാനുമൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകൾ, പച്ചക്കറിയിലും ഫ്രൂട്ട്സിലുമൊക്കെ ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡുകൾ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അതുപോലെ മുരിങ്ങ, അതുപോലെ കുമ്പളം, കക്കിരി, വൻപയർ, അങ്ങനത്തെ പച്ചക്കറികളൊക്കെ ഇവർക്ക് കൊടുക്കാം. അതുപോലെ ഫ്രൂട്ട്സിൽ അനാറ്, ആപ്പിൾ, പേരക്ക, പപ്പായ, തണ്ണിമത്തൻ, അതുപോലെ നമ്മുടെ ചോളമൊക്കെ ഇവർക്ക് ധാരാളം കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ എഗ് ഫുഡ്, കാൽസ്യത്തിന് വേണ്ടി മറ്റ് മിനറൽസുകളൊക്കെ നമുക്ക് ഇവർക്ക് വെച്ച് കൊടുക്കാവുന്നതുമാണ്. അതുപോലെ ധാന്യത്തിൽ സൺഫ്ലവർ സീഡ്, അതുപോലെ നെല്ല്, റാഗി, മുത്താറി, തിന, മറ്റ് സീഡ് മിക്സുകളും ഇവർക്ക് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അത് ഇവർക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തുടങ്ങിയ സമയത്ത് ഇവർക്ക് ഈ ഫ്രൂട്ട്സുകൾ അതുപോലെ മറ്റ് സോഫ്റ്റ് ഫുഡുകളൊക്കെ കൂടുതൽ വെച്ച് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കത് ഫീഡ് ചെയ്ത് കൊടുക്കാനും ഈ തള്ളകൾക്ക് അത്രയും നല്ല ഗുണം ചെയ്യുന്നതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൺകൊനൂർ അതുപോലെ സ്മോൾ കൊനൂർ ഏതൊരു ബേർഡും നല്ല ഹെൽത്തിയായി നമുക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇവരിൽ നിന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബേഡ്സിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്കൊരു കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളെ ബേഡ്സിനെ വളർത്തുന്ന നിങ്ങളെ ഫ്രണ്ട്സുകൾക്ക് നമ്മുടെ വീഡിയോ ഷെയറാക്കി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി നമ്മൾ വീഡിയോ ഇനിയും ചെയ്യുന്നതാണ്.